CPM-ന് തന്നെ ഒടുവിൽ കാര്യം മനസ്സിലായിരിക്കുന്നു. CPM അപ്രസക്തമാകുന്നു. ഒപ്പം തന്നെ BJP-യുടെ ശക്തി കുറയ്ക്കാനാകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ സോഷ്യലിസം മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് CPM. CPM-നുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. തൃശൂർ, കരുവന്നൂര് CPM-ന് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നിക്ഷേപകർ രംഗത്ത് വന്നതോടെ ആ വഴിക്കും CPM-ന് ചോദ്യങ്ങൾ. കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് കൈവശമാക്കിയതും കുടിശ്ശികയുള്ളതുമായ വസ്തുക്കൾ വാങ്ങാൻ ബാങ്കിലെ നിക്ഷേപകർ എത്തുന്നുണ്ടെങ്കിലും തയ്യാറാകാതെ ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഉണ്ടായിട്ടും പണം കിട്ടാത്തവരാണ് ഈ തുക ഉപയോഗിച്ച് വസ്തുക്കൾ വാങ്ങി നിക്ഷേപ തുക അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നത്. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കുടിശ്ശിക ഏറ്റെടുക്കാനും തയ്യാറായി എത്തുന്ന സ്ഥിര നിക്ഷേപകരുമുണ്ട്. എന്നാൽ ഇത് ഗുണം ചെയ്യില്ലെന്ന് മനസ്സിലാക്കി ബാങ്ക് നിരുത്സാഹപ്പെടുത്തുകയാണ്. വസ്തുക്കൾ വാങ്ങാനോ ലേലം കൊള്ളാനോ കുടിശ്ശിക വസ്തുക്കൾ പണം അടച്ചു തീർത്ത് കൈവശപ്പെടുത്തുന്നതിനോ നിക്ഷേപകർക്ക് വിലക്കില്ല. എന്നാൽ ഇത്തരം കാര്യത്തിന് സ്ഥിര നിക്ഷേപ തുകയുടെ പരമാവധി 50% മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് ബാങ്ക്. ബാക്കി 50% സ്വന്തം നിലയിൽ കണ്ടെത്തണം. ബാങ്കിൽ സ്ഥിര നിക്ഷേപമിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായവർക്ക് 50% തുക കണ്ടെത്തുക അസാധ്യവുമാണ്. നിക്ഷേപകരുടെ ആവശ്യം അനുവദിച്ചാൽ നിക്ഷേപം കുറയുകയും വസ്തുവിന്റെ തുക ബാങ്കിലേക്ക് വരാതെയുമാകും. 2021 ജൂലൈ 14 കരുവന്നൂർ തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുവരെ വായ്പക്കാരിൽ നിന്ന് 125 കോടി തിരിച്ചുപിടിച്ചു. 135 കോടി നിക്ഷേപകർക്ക് തിരികെ നൽകി. 382 കോടി ബാങ്കിലേക്ക് കിട്ടാനുണ്ട്. 273 കോടിയുടെ നിക്ഷേപം ഇനി തിരികെ നൽകാനുണ്ട്. സ്ഥിര നിക്ഷേപം പൂർണ്ണമായും ഈ രീതിയിൽ നൽകിയാൽ ബാങ്ക് കൂടുതൽ പ്രതിസന്ധിയിലാകും. അതിനാലാണ് 50% വരെ നൽകുന്നത്. ഇപ്പോൾ കിട്ടുന്ന കുടിശ്ശിക വസ്തു കൈവശപ്പെടുത്തൽ പണം കൊണ്ടാണ് അത്യാവശ്യക്കാർക്കും ചികിത്സ, പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി എത്തുന്നവർക്കും നിക്ഷേപത്തിന്റെ വിഹിതം തിരികെ നൽകാനാകുന്നത്. 50 ലക്ഷത്തിലേറെ നിക്ഷേപമുണ്ട്. അയൽപ്പക്കത്തുള്ള ഒരു ഈട് വസ്തു ലേലം ചെയ്യുന്നുവെന്നറിഞ്ഞ് അതിലേക്ക് നിക്ഷേപം അഡ്ജസ്റ്റ് ചെയ്യാനാകുമോ എന്ന് അന്വേഷിച്ച് ബാങ്കിനെ സമീപിച്ചു. പാതി തുക തരാമെന്നാണ് കിട്ടിയ മറുപടി. നിയമവഴി തേടാൻ ഒരുങ്ങുകയാണെന്നാണ് ഒരു നിക്ഷേപകൻ പറയുന്നത്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം അരാഷ്ട്രീയത വളർത്താൻ വഴിയൊരുക്കുമെന്ന് CPM. BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തെ ചേർക്കാനുള്ള ബദൽ ഇത് അസാധ്യമാക്കുന്നുവെന്നാണ് നിഗമനം. നിലവിലെ BJP ഇതര പ്രതിപക്ഷ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തോടാണ് CPM വിയോജിപ്പ്. BJP-യുടെ തീവ്ര ഹിന്ദുത്വത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇത്തരം അരാഷ്ട്രീയ പ്രവണതകളെ അകറ്റി ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPM മുന്നോട്ട് വെക്കും. ജനുവരി 17 മുതൽ 19 വരെ കൊൽക്കത്തയിൽ ചേരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകാരം നൽകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഊന്നൽ CPM-ന്റെ സ്വതന്ത്ര ശക്തി വീണ്ടെടുക്കുന്നതായിരിക്കും. കർഷക സമരം പകർന്ന ഉണർവിൽ അല്പം മുന്നേറ്റം ഉണ്ടാക്കാനായത് രാജസ്ഥാനിൽ മാത്രമാണ്. തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്കെതിരായ വിശാല മതേതര ജനാധിപത്യ വേദി എന്ന നയം തുടരുമ്പോൾ തന്നെ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും കരുത്തുയർത്താനുള്ള തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകണം. CPM അപ്രസക്തമാകുന്നു എന്നതിനൊപ്പം BJP-യുടെ ശക്തി കുറയ്ക്കാനാകുന്നില്ല എന്നതും ഭീഷണിയാണ്. അതിനാൽ സ്വതന്ത്ര ശക്തി വീണ്ടെടുക്കാൻ സവിശേഷതയുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കണം. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പോലുള്ളവ സമൂഹത്തിലെ ധനിക ദരിദ്ര അന്തരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും തുല്യരാക്കുന്നതിനുള്ള സോഷ്യലിസം മുഖ്യ പ്രചാരണ വിഷയമാക്കാനും അതിലൂടെ തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ ഇരകളായ യുവാക്കളെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കാനും കഴിയുമെന്നും CPM രേഖ ആഹ്വാനം ചെയ്തേക്കും. കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചതിന് പിന്നാലെ അതിശക്തമായ ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട്. കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ എന്തിന്? സർക്കാർ മറുപടി പറയണമെന്ന KK രമ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെതിരെ KK രമ MLA രംഗത്ത്. എങ്ങനെയാണ് കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിക്കുന്നതെന്ന് KK രമ ചോദിച്ചു. അമ്മയ്ക്ക് കാണാനാണെങ്കിൽ 10 ദിവസം പരോൾ അനുവദിച്ചാൽ പോരെയെന്നും 30 ദിവസം എന്തിനു നൽകിയെന്നും രമ ചോദിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 30 ദിവസം പരോൾ നൽകിയത് എന്ന കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും മറുപടി പറയണം. ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇങ്ങനെയൊരു നീക്കം സാധ്യമല്ല. DGPക്ക് മാത്രമായി ഇങ്ങനെയൊരു ഉത്തരവിറക്കാൻ പറ്റില്ല. പരോൾ അനുവദിച്ചത് സംശയാസ്പദമാണെന്നും അസാധാരണമായ നടപടിയാണ് ഉണ്ടായതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ ഭരിക്കുന്നവർക്ക് വേണ്ടിയാണെന്നും KK രമ പറഞ്ഞു. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും KK രമ പറഞ്ഞു. TP ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മനുഷ്യാവകാശങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നും KK രമ കൂട്ടിച്ചേർത്തു. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചുള്ള നടപടി. ജയിൽ DGP 30 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി പുറത്തിറങ്ങി. മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ കത്ത് പരിഗണിച്ചാണ് DGP പരോൾ അനുവദിച്ചത്. കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ കത്താണ്
ജയിൽ DGPക്ക് കൈമാറിയത്. TP വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മറ്റു കേസുകളിൽ പ്രതിയാവുകയും പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. കൊടിസുനി അടക്കമുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ വിവാദമായിരുന്നു.